നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 660th day. Today 19th sloka of Pradhama Skanda 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 660ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. നവൈ ജനോ ജാതു കഥം ചനാവ്രജേ മുകുന്ദ സേവ്യന്യതം. ഓം ശ്രീകൃഷ്ണായ നമഃ. നവൈ ജനോ ജാതു കഥഞ്ചനാവ്രജേ മുകുന്ദ സേവ്യാന്യവധംഗ സംശ്രുതി. സ്മരൻ മുകുന്ദ്രാഗ്രിബഹൂഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോ യഥാ. നവൈ ജനോ ജാതു കഥഞ്ചനാവ്രജേ മുകുന്ദ സേവ്യന്യവധംഗ സംശ്രുതി. സ്മരൻ മുകുന്ദ്രാഗ്യുപകൂഹനം പുനർ വിഹാതുമിച്ഛേന്ന രസഗ്രഹോ യഥാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ന വൈ ജനോ ജാതു കഥഞ്ചന വ്രജേ മുകുന്ദ സേവ്യ. മുകുന്ദ സേവ അന്യ അത്. മുകുന്ദ സേവ അന്യ അംഗ യഥ സംസ്മൃതിം. സ്മരൻ മുകുന്ദ്രാംഗ്യുപഗൂഹനം. ഇതൊരേ വാക്കാണ്. പുനർ വിഹാതും വിഹാതും ഇച്ഛേന്ന രസഗ്രഹോ യതഃ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. മുകുന്ദസേവി മുകുന്ദനെ ആശ്രയിക്കുന്ന. ജനഃ ജനം. അന്യവത് അന്യനെ പോലെ. ജാതു ഒരിക്കലും. കഥഞ്ചന യാതൊരു വിധവും. സംസ്മൃതി സംസാരത്തെ. ന ആവ്രജേൽ കഥം ജന ആവ്രജേൽ എന്നാണ് അവിടെ. ആവ്രജേൽ മുകുന്ദ സേവ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. മുകുന്ദ സേവി അങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്. കഥഞ്ചന ആവ്രജേൽ മുകുന്ദ സേവി മുകുന്ദനെ ആശ്രയിക്കുന്ന. ന ആവ്രജേൽ പ്രാപിക്കയില്ല. അംഗ ആശ്ചര്യം. യതഃ എന്തുകൊണ്ടെന്നാൽ. രസഗ്രഹ രസത്തിൻ്റെ ആഗ്രഹത്തോടു കൂടിയ. ഗ്രഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടു കൂടിയ. രസഗ്രഹ ആഗ്രഹത്തോടു കൂടിയ അവൻ. മുകുന്ദാംഗ്രിപഗൂഹനം മുകുന്ദ പാദസേവയെ. മുകുന്ദാംഗ്രിപഗൂഹനം ഗൂഹനം സേവയെ. പാദ അഗ്ര്യ പാദ മുകുന്ദ പാദസേവയെ. സ്മരൻ സ്മരിക്കുന്നവനായിട്ട്. പുന പിന്നെ. വിഹാതും ഉപേക്ഷിക്കാനായിക്കൊണ്ട്. ന ഇച്ഛിക്കുകയില്ല. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഹരിഭക്തന് എവിടെയും അമംഗളമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകത്തിൽ അത് ഉറപ്പിക്കുകയാണ്. അതായത് ഒരു ഭഗവാനെ ഒരിക്കൽ ആശ്രയിച്ച ജനം പിന്നീട് മറ്റൊന്നിനെയും വേറെ എന്ത് ജപിച്ചാലും എങ്ങനെ വന്നാലും ആ മുകുന്ദസേവയെ ഉപേക്ഷിക്കാനായിക്കൊണ്ട് ആഗ്രഹിക്കുകയില്ല. ആ മുകുന്ദൻ്റെ പാദങ്ങളെ സ്മരിക്കുന്നതിൽ ആനന്ദം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലും ആഗ്രഹമുണ്ടായിരിക്കുകയില്ല. വേറെ എന്തു
കിട്ടിയാലും ആ മുകുന്ദപാദത്തെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള യത്നത്തെ അവർ ഉപേക്ഷിക്കുകയില്ല, മറ്റൊന്നും അവർ ആഗ്രഹിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നാരദ മഹാമുനി. പൂർവജന്മത്തിൽ ഹരിപാദത്തെ സേവിച്ചതുകൊണ്ടുള്ള ആനന്ദം ഒരാൾക്ക് അടുത്ത ജന്മത്തിലും ഉപേക്ഷിക്കാത്തതിനാൽ ആ പൂർവജന്മത്തിൻ്റെ സംസ്കാര ഫലമായിട്ട് ഈ ജന്മത്തിലും അവൻ മുകുന്ദപാദത്തെ തന്നെ സ്മരിക്കുകയും ഭജിക്കുകയും ചെയ്യും. യഥേച്ച തഥോഭൂയ, അങ്ങനെ പറയുന്നത് മാതിരി എങ്ങനെയാണോ ഉള്ളത് അപ്രകാരം തന്നെ ലഭിക്കും എന്ന് പറയുന്ന അതേമാതിരി പൂർവാഭ്യാസേന നമ്മൾ എങ്ങനെയാണോ നമ്മൾ അഭ്യസിക്കുന്നത്, പൂർവജന്മത്തിലെ ആ അഭ്യാസത്തിന് അതീതമായ ആ ജീവൻ വീണ്ടും മുകുന്ദപാദത്തെ ലഭിക്കുവാനുള്ള ശ്രമമല്ലാതെ വേറെ ഒന്നിലും ഇച്ഛിക്കുകയില്ല. ആ പാദങ്ങൾ ലഭിക്കുന്നതുവരെ അവൻ അതിനുവേണ്ടി യത്നിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഭക്തനായി തന്നെ ഈ ജന്മത്തിലും ഉണ്ടാകും. ഭഗവാനെ പാദസേവ ചെയ്തുകൊണ്ട് അവർ ഈ ജന്മം കഴിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഭഗവാൻ ശ്രീനാരദർ. മുകുന്ദൻ്റെ ആ പാദഭജനത്തിലുള്ള ആ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അടുത്ത ജന്മമായാലും ഏത് ജന്മമായാലും ആ ജന്മത്തിൽ അവന് അത് സാധിച്ചില്ലെങ്കിലും അവൻ അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. മറ്റൊന്നിലും അവന് ആഗ്രഹം രതി ഉണ്ടായിരിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നവൈ ജനോ ജാതു കദഞ്ജനാവ്രജേൽ മുകുന്ദ സേവ്യന്യവദംഗ സംസ്മൃതിം സ്മരൻ മുകുന്ദ്രാഗുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോ യഥ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.